മീനുകളിൽ നടക്കുന്ന മെറ്റബോളിസം പ്രോസസ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നത്. മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മനുഷ്യന്മാരിലാണെങ്കിൽ നമുക്കറിയാം, അതായത് നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ എനർജി വേണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ശരീരം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മെറ്റബോളിസം എന്ന് പറയുന്ന സംഭവത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാബോളിസമാണ്, രണ്ട് കാറ്റബോളിസമാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസ് ഉപയോഗിച്ചിട്ട്, അതായത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡി റിക്കവർ ചെയ്യുക അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുക, ഈ ഒരു പരിപാടിയെയാണ് അനാബോളിസം എന്ന് പറയുന്നത്. ഈ രണ്ട് കാറ്റബോളിസവും അനാബോളിസവും ഈ മെറ്റബോളിസത്തിന് കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ മനുഷ്യന്മാരിൽ ഈ സെയിം സംഭവം തന്നെയാണ് നടക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്താണ് ബോഡി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതും റിപ്പയർ ചെയ്യുന്നതും. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഫുഡ് കിട്ടാതെ ആവുന്ന സമയത്ത് ബോഡി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ യൂസ് ചെയ്യാൻ തുടങ്ങും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അതായത് ഫുഡ് അകത്ത് ചെല്ലാതാവുന്ന സമയത്ത് അപ്പോഴാണ് നമ്മുടെ വണ്ണം കുറയുന്നത് അല്ലെങ്കിൽ വെയിറ്റ് കുറയുന്നത്. അപ്പോൾ ഇതേ സംഭവം തന്നെയാണ് മീനുകളിലും നടക്കുന്നത്. നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ആ ഫുഡാണ് ഇവർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇവരുടെ ബോഡി എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതും ബോഡി റിപ്പയർ ചെയ്യുന്നതെല്ലാം നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് ഫുഡ് കിട്ടാതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവരുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ ഇവ ബോഡി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും, എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ വണ്ണം കുറയാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ഗ്രോത്ത് സ്ലോ ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീനുകളിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ടെന്ന് നമുക്കറിയാം. അതായത് സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകളും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മീനുകളും. സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവാണ്. അതേസമയം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മീനുകൾ വളരെ ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകളുടെ മെറ്റബോളിസം വളരെ സ്ലോ ആയിരിക്കും. അതായത് അവർക്ക് കുറച്ച് എനർജിയുടെ ആവശ്യം വരുന്നുള്ളൂ. അതേസമയം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മീനുകളുടെ മെറ്റബോളിസം എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും, അതിൻ്റെ റേറ്റ് വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ എനർജി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനുകൾക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം നോക്കി ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്തും കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും അതിനെ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് പറ്റും. അതായത് സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഗൗരാമികൾ, ജൈൻറ്റ് ഗൗരാമി, അരപ്പയ്മ, അതുപോലെ അലിഗേറ്റർ ഗാർ, അതുപോലെ വാഹകൾ, നമ്മുടെ സ്നേക്ക് ഹെഡ്, ജെയിൻ സ്നേക്ക് ഹെഡ്, മലബാർ സ്നേക്ക് ഹെഡ്, ഇതെല്ലാം സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സ്ലോ മോഷനിൽ നീങ്ങുന്ന മീനുകളാണ്. ഇവരുടെ മെറ്റാബോളിസം എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് ഇവർക്ക് ഒരു നേരമൊക്കെ ഫുഡ് കൊടുത്താൽ മതിയാവും ഒരു ദിവസത്തിൽ. അതേസമയം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മീനുകൾ, ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഡ് ബെല്ലി പാക്കു, ബ്ലാക്ക് പാക്കു എന്ന് പറയുന്ന മീനുകളില്ലേ, അതായത് നമ്മുടെ നാട്ടിൽ നട്ടർ എന്ന് വിളിക്കുന്ന മത്സ്യം, അതുപോലെ തന്നെ നമ്മുടെ ഷാർക്കുകൾ, അതായത് നമ്മുടെ ഇറിഡീസൻ ഷാർക്ക് കാറ്റ് ഫിഷ്, അതായത് ആസാം വാള എന്നൊക്കെ പറയുന്ന നമ്മൾ ഷാർക്ക് എന്ന് വിളിക്കുന്ന ആ ഒരു മീൻ, അത് ആൽബിനോ ബ്ലാക്കിലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഫുൾ ടൈം നല്ല ആക്റ്റീവായിട്ട് നീന്തി നടക്കുന്ന മീനുകളാണ്. അതായത് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മീനുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മെറ്റാബോളിസം വളരെ ഫാസ്റ്റ് ആയിരിക്കും, വളരെ ആക്റ്റീവായിട്ടുള്ള മീനുകളാണ്. അപ്പോൾ ഇവരുടെ ബോഡി പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് നല്ല രീതിയിൽ എനർജി വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള മീനുകൾക്ക് 2 നേരമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഫീഡ് ചെയ്യുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന് നമ്മൾ രാവിലെ 10 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 5 മണി 6 മണി നേരത്ത് വീണ്ടും ഒരു ഫീഡ് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ രാവിലെ കൊടുത്ത ഫുഡ് വൈകിട്ടാകുമ്പോഴേക്കും അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് ബോഡി ഓൾറെഡി യൂസ് ചെയ്ത് കാണും. കാരണം അവർ ഫാസ്റ്റ് മൂവിങ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എനർജി വേണം. വൈകിട്ട് ഒരു 6 മണിക്ക് ആവുന്ന സമയത്ത് ഓൾറെഡി അത് കംപ്ലീറ്റ് ആയി കാണും. അപ്പോൾ നമ്മൾ വൈകിട്ട് ആ ഒരു സമയത്ത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാമത്തെ ഫീഡ് കൊടുക്കുന്ന സമയത്ത് വീണ്ടും അവരുടെ ശരീരത്തിലേക്ക് ആ ഒരു ന്യൂട്രിയൻസ് ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരീരത്തിന് ബോഡിയെ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതായത് ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഇത്തരം സാധനങ്ങളൊന്നും ബോഡിക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടി വരുന്നില്ല. നമ്മൾ 6 മണിക്ക് രണ്ടാമത് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് ബോഡി അതാണ് യൂസ് ചെയ്യുന്നത്. അതായത് ആ ഒരു സമയത്ത് നമ്മൾ കൊടുത്ത ഫുഡ് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോഡി ബ്രേക്ക് ഡൗൺ ആവാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മീനുകൾക്ക് വണ്ണം കുറയില്ല. അതുകൊണ്ടാണ് വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള മീനുകൾക്ക് എപ്പോഴും 2 തവണ സ്പ്ലിറ്റ് ചെയ്ത് ഫീഡ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടും. പിന്നെ ഈ മീനുകളുടെ മെറ്റബോളിസത്തെ ബാധിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ. അതായത് ചൂടുകാലത്താണെന്നുണ്ടെങ്കിൽ ഇവരുടെ മെറ്റബോളിസം ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മഴക്കാലം അല്ലെങ്കിൽ തണുപ്പ് കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെറ്റബോളിസം വളരെ സ്ലോ ആയിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, മീനുകളെ വളർത്തുന്നവരാണ് എന്നുണ്ടെങ്കിൽ ചൂടുകാലത്ത് ഇവർ നല്ല രീതിയിൽ ഫുഡ് കഴിക്കും. അതേസമയം മഴക്കാലത്തും തണുപ്പ് കാലം ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സമ്മറിൽ അല്ലെങ്കിൽ ചൂടുകാലത്ത് കൊടുക്കുന്ന ഫുഡിൻ്റെ പകുതി പോലും ഇവർ കഴിക്കില്ല. പകുതി നമ്മൾ കൊടുത്താലും അവർ പകുതി വേസ്റ്റ് ആക്കിയിട്ട് പോകുന്നതാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിശപ്പ് വളരെ കുറവായിരിക്കും. കാരണം മെറ്റബോളിസം സ്ലോ ആയതുകൊണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ റെഡ് ബെല്ലി പാക്കോ, അതായത് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മീനുകൾക്ക് നമ്മൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെ നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം. അപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്തൊരു സംഭവം തന്നെയാണ്, ഇവർ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മീനുകളാണ്, നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന മീനുകളാണ്. എങ്കിൽ പോലും മഴക്കാലത്ത് ഇവർ ഫുഡ് കുറച്ചേ കഴിക്കാറുള്ളൂ. സമ്മർ സീസണിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി അവർ കഴിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മെറ്റബോളിസം ഈ സീസണെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്.
അതായത് ഇപ്പോൾ തണുപ്പ് കാലം അല്ലെങ്കിൽ മഴക്കാലമാണ് എന്നുണ്ടെങ്കിൽ ഏത് മീനുകളാണെങ്കിലും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മീനുകളാണെങ്കിലും സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകളാണെങ്കിലും സമ്മറിൽ കൊടുക്കുന്ന ഫുഡിൻ്റെ നേരെ പകുതിയെ നമുക്ക് തണുപ്പ് കാലത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ചൂടുകാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ അവർ ഫുഡ് കഴിക്കും. അപ്പോൾ നമ്മൾ സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകളെയും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മീനുകളെയും നേരത്തെ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് നമ്മൾ അവർക്ക് ഫീഡും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മീനുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ എനർജി വേണം. അപ്പോൾ നമ്മൾ കൂടുതൽ നേരം അവർക്ക് ഫീഡ് ചെയ്യണം. അതായത് 2 നേരമൊക്കെ ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്യേണ്ടി വരും അവർക്ക് പ്രോപ്പറായിട്ട് ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ. അതേസമയം സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വൺ ടൈം ഒക്കെ നമ്മൾ ഫീഡ് ചെയ്താലും കുഴപ്പമില്ല. ഈവൺ ചില സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ദിവസം ഫീഡ് കൊടുത്തു മറ്റേ ദിവസം ഫീഡ് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതായത് ഓരോ ദിവസം ഇടവിട്ട് ഫീഡ് ചെയ്താലും സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ഈ സ്ലോ മൂവിങ് ആയിട്ടുള്ള മീനുകൾ നാച്ചുറൽ ഹാബിറ്റാറ്റുകളിൽ ഹണ്ടിങ് ഒക്കെ ചെയ്ത് കുറച്ച് ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ ടാങ്കുകളിൽ അത് സാധിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.